ലാൻഡ് ഗ്രാൻസ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും. ഇവിടെ നൽകിയിരിക്കുന്നത് ബഗാഡക രാജവംശത്തിലെ രാജാവായിട്ടുള്ള വിന്ധ്യാശക്തി രണ്ടാമൻ ഭൂമിദാനം നൽകിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ തുടക്കത്തിൽ നൽകിയിരിക്കുന്നത്? ലാൻഡ് ഗ്രാൻസ് എന്നാലെന്ത്, ഭൂമിദാനം എന്നാലെന്ത് എന്നുള്ളതാണ്. ദ ട്രാൻസ്ഫർ ഓഫ് സം ഓഫ് ദ ലാൻഡ് ഇൻ ദ കിങ്സ് പൊസിഷൻ ടു ദ ബ്രാഹ്മിൺ അലോങ് വിത്ത് സ്പെഷ്യൽ റൈറ്റ്സ്, ദിസ് ഇസ് നോൺ ആസ് ലാൻഡ് ഗ്രാൻസ്. ട്രാൻസ്ഫർ ഓഫ് സം ഓഫ് ദ ലാൻഡ് ഇൻ ദ കിങ്സ് പൊസിഷൻ, രാജാവിന്റെ കയ്യിലുള്ള കുറച്ച് ഭൂമി ആർക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്? ബ്രാഹ്മണന്മാർക്ക്. എലോങ് വിത്ത് സ്പെഷ്യൽ റൈറ്റ്സ്, ചില പ്രത്യേക അവകാശങ്ങളോടുകൂടി രാജാവിന്റെ കയ്യിരിക്കുന്ന ഭൂമി ബ്രാഹ്മണർ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് ലാൻഡ് ഗ്രാൻസ് അഥവാ ഭൂമിദാനം. ദ ട്രാൻസ്ഫർ ഓഫ് സം ഓഫ് ദ ലാൻഡ് ഇൻ ദ കിങ്സ് പൊസിഷൻ ടു ദ ബ്രാഹ്മിൺസ് എലോങ് വിത്ത് ദ സ്പെഷ്യൽ റൈറ്റ്സ്, ദിസ് ഈസ് നോൺ ആസ് ലാൻഡ് ഗ്രാൻസ്. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച്. മൗര്യ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളായിട്ട് രൂപം കൊണ്ടുള്ള രാജവംശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുഷാന്മാർ, ഷാഗൻ, കഴിഞ്ഞ വർഷം നമ്മൾ മനസ്സിലാക്കിയാണ് കുഷാനിലെ ഒരു പ്രശസ്തനായ രാജാവാണ് കനിഷ്കൻ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഷാഗ ഡൈനാസ്റ്റി, പിന്നെ ഗുപ്ത രാജാക്കന്മാരെന്ന് പറയുന്നത് പാടലിപുത്രം കേന്ദ്രമാക്കി ബീഹാർ, പാട്ന കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞ വഗാഡക രാജവംശത്തിലെ പിന്നെ ശതവാന്മാരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഡെക്കാണാണ്. ഈ ഗൗതമിപുത്ര ശതകർണി, വസിഷ്ഠപുത്ര തുടങ്ങിയവർ ഭരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ചോള, ചേര, പാണ്ഡ്യാസ്, അവരെ മൂന്നുപേരെ ഒരുമിച്ച് വിളിക്കുന്ന പേര് മൂവേന്ദൻസ്. ചോളന്മാരുടെ ക്യാപിറ്റൽ ഉറയൂർ, ചേരന്മാരുടെ എവിടെയാണ്? മുജിരി, പാണ്ഡ്യന്മാരുടേത് മധുരൈ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, പ്രധാനപ്പെട്ട രാജവംശം. നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് രണ്ടുപേരെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഒന്ന് ശതവാഹന്മാരെ കുറിച്ചും മറ്റൊന്ന് ഗുപ്തന്മാരെ കുറിച്ചും. ശതവാഹൻ രാജവംശം എന്ന് പറയുന്നത് ഡെക്കാണാണ് പ്രധാനമായിട്ടും. ഗുപ്തന്മാരുടെ പ്രധാനപ്പെട്ട സ്ഥലം പാടലിപുത്രം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം രൂപം കൊണ്ടുള്ള പ്രധാനപ്പെട്ട രാജവംശങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റോൾ ഓഫ് ശതവാഹൻ ആൻഡ് ഗുപ്ത കിങ്സ് ഇൻ ലാൻഡ് ഗ്രാൻസ്. ഭൂമിദാന സമ്പ്രദായത്തിൽ ശതവാഹന രാജാക്കന്മാരുടെയും ഗുപ്ത രാജാക്കന്മാരുടെയും റോളിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശതവാഹനോസ് ഓഫ് ഡെക്കാൻ സ്റ്റാർട്ടഡ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് ലാൻഡ് ഗ്രാൻസ് ടു പ്ലേസ് ബ്രാഹ്മൺസ്. അപ്പോൾ ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ശതവാഹൻ രാജാക്കന്മാരാണ് ഭൂമിദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്ലീസ് ദ ബ്രാഹ്മിൺസ്, ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കുന്നതിനായി ഭൂമിദാന സമ്പ്രദായം തുടക്കം കുറിച്ചത് ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ശതവാഹന്മാരാണ്. ശതവാഹനോസ് ഓഫ് ഡെക്കാൻ region started giving land grants to please Brahmins. This system became widespread during the period of Guptas. ഈ സമ്പ്രദായം കൂടുതൽ വ്യാപകമായി തീർന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ്. ദർ ക്യാപിറ്റൽ വാസ് പാടലിപുത്ര. അവിടെ തലസ്ഥാനം, ഗുപ്തന്മാരുടെ തലസ്ഥാനം നഗരമാണ് പാടലിപുത്രമാണ്. ഇവിടെ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. ശതവാഹനോസ് ഓഫ് ഡെക്കാൻ സ്റ്റാർട്ടഡ് പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് ലാൻഡ് ഗ്രാൻസ് ടു പ്ലേസ് ബ്രാഹ്മൺസ്. ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കുന്നതിനായി ഭൂമിദാനത്തിന് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ശതവാഹന്മാരാണ്. This system became widespread during the period of ആരുടെ കാലഘട്ടത്തിലാണ്? ഗുപ്താസ്. Their capital was ഇതാണ് പാടലിപുത്ര. എത്ര നൂറ്റാണ്ടിലൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. 4-ാം നൂറ്റാണ്ടിലാണ് ഈ സമ്പ്രദായം ആരംഭിച്ചത്. 4-ാം നൂറ്റാണ്ടിൽ പാടലിപുത്രം കേന്ദ്രമാക്കി ഗുപ്തന്മാർ ഭരണത്തിലെത്തിയോടുകൂടി ഈ സമ്പ്രദായം കുറച്ചുകൂടി വ്യാപകമായി തീർന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഫറൻസ് ഇൻ ലാൻഡ് ഗ്രാൻസ്. ഗുപ്ത രാജാക്കന്മാരുടെ ലിസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, കുമാരഗുപ്തനും സ്കന്ദഗുപ്തനും. ചന്ദ്രഗുപ്ത 1, സമുദ്രഗുപ്തന്റെ കൊട്ടാരത്തിലെ കവിയുടെ പേര് നമ്മൾ മനസ്സിലാക്കിയുണ്ട്, ഹരിസേന. അദ്ദേഹത്തിന്റെ പ്രയാഗ പ്രശസ്തിയെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്, അലഹാബാദ് പില്ലറിൽ കൊത്തിവെച്ചിട്ടുള്ളത്. പിന്നെ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മറ്റൊരു പേരാണ് വിക്രമാദിത്യൻ എന്നൊക്കെ. പിന്നെ കുമാരഗുപ്തനും സ്കന്ദഗുപ്തനും. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ ഡിഫറൻസ് ഇൻ ഡിഫറൻസസ് ഇൻ ലാൻഡ് ഗ്രാൻസ് ആരുടെ കാലഘട്ടത്തിലാണ്? ശതവാഹനാസ് ആൻഡ് ഗുപ്താസ്. ശതവാഹന്മാരുടെ കാലഘട്ടത്തിലും ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലും ഭൂമിദാന സമ്പ്രദായം എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്ര മനസ്സിലാക്കി വെക്കുക. ദ റിസോഴ്സ് ഓഫ് ദ ലാൻഡ് ഓൺലി, എന്ത് മാറ്റമേ കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ? റൈറ്റ് ടു ദ റിസോഴ്സ് ഓഫ് ദ ലാൻഡ് ഓൺലി വാസ് ഗിവൺ. ശതവാഹന്മാരുടെ കാലഘട്ടത്തിൽ ആ ഭൂമിയിലെ റിസോഴ്സസ്, ആ വിളവ് എന്താണോ ഉള്ളത്, ഉദാഹരണമായിട്ട് തെങ്ങാണെങ്കിൽ ആ തെങ്ങിലെ വിളവ് എടുക്കാനുള്ള അവകാശം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആ വിഭവങ്ങൾ കളക്ട് ചെയ്യാനുള്ള അവകാശം മാത്രമേ ശതവാഹന്മാരുടെ കാലഘട്ടത്തിൽ ബ്രാഹ്മണർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നുള്ളൂ. റൈറ്റ് ടു ദ റിസോഴ്സ് ഓഫ് ദ ലാൻഡ് ഓൺലി വാസ് ഗിവൺ, അത് മാത്രമേ നൽകുകയുള്ളൂ. എന്നാൽ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ലിവിംഗ് ദർ ആൾസോ വെർ ട്രാൻസ്ഫേർഡ്. റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ വെർ ആൾസോ ട്രാൻസ്ഫേർഡ്. എന്തുകൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു? ആ പ്രദേശത്തിലെ ജനങ്ങളുടെ മേലുള്ള അവകാശം കൂടി കൈമാറ്റം ചെയ്യപ്പെട്ടു. എന്ന് പറയുമ്പോൾ
അവരുടെ മേലുള്ള അവരെ ഭരിക്കുന്നതിനും അവരുടെ നികുതി പിരിച്ചെടുക്കുന്നതിനൊക്കെയുള്ള അവകാശം കൈമാറ്റം ചെയ്യപ്പെട്ടു. എലോങ് വിത്ത് ദ റിസോഴ്സ് ഓഫ് ദ ലാൻഡ് റൈറ്റ്സ് ഓവർ ദ പീപ്പിൾ ലിവിംഗ് ദർ ആൾസോ വെർ ട്രാൻസ്ഫേർഡ്. അപ്പൊ ഇത്രയും ഓർത്തിരുന്നാൽ മതി. റൈറ്റ്സ് ഓവർ ദ പീപ്പിൾ വെർ ആൾസോ ട്രാൻസ്ഫേർഡ്. എന്തുകൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു? അവിടുത്തെ ജനങ്ങളുടെ അധികാരം കൂടി കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പൊ ശതവാന്മാരുടെ കാലഘട്ടത്തിൽ ഒന്നേ ഉള്ളൂ, റിസോഴ്സ് ഓഫ് ദ ലാൻഡ് ഉള്ളി. ഇപ്പുറത്ത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലായപ്പോഴേക്കും റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആർ ആൾസോ ട്രാൻസ്ഫേർഡ്. എന്തുകൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു? അവിടുത്തെ ജനങ്ങളുടെ മേലുള്ള അവകാശം കൂടി കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വാട്ട് ആർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ലാൻഡ് ഗ്രാൻസ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന സമ്പ്രദായത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ലാൻഡ് ഗ്രാൻസ് ഡ്യൂറിംഗ് ഗുപ്ത പീരീഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. കിങ്സ് അതോറിറ്റി ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് ഗ്രാജുവലി ഡിക്ലൈൻഡ്. കിങ്സ് അതോറിറ്റി, രാജാവിന്റെ അധികാരം എങ്ങനെയാണ് ഗ്രാജുവലി ഡിക്ലൈൻഡ് ആയി. അത്ര കിങ്സ് അതോറിറ്റി ഗ്രാജുവലി ഡിക്ലൈൻഡ്, അത്രയെങ്കിലും ഓർത്തിരുന്നാൽ മതി. കിങ്സ് അതോറിറ്റി ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് ഗ്രാജുവലി ഡിക്ലൈൻഡ്. അത് ഭൂമിദാനം നൽകിയ ഭൂമിയുടെ മേലുള്ള അവകാശം രാജാവ് കുറഞ്ഞു വന്നു. കിങ്സ് അതോറിറ്റി ഗ്രാജുവലി ഡിക്ലൈൻഡ്. രണ്ടാമത്തെ പോയിന്റ്, റൈറ്റ് ടു കളക്ട് ടാക്സസ്, അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് ആൻഡ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വർ ട്രാൻസ്ഫേർഡ്. വിർ ആൾസോ ട്രാൻസ്ഫേർഡ്. അപ്പൊ എന്തൊക്കെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ബ്രാഹ്മണർക്ക് എന്തൊക്കെ കൊടുത്തത്? റൈറ്റ് ടു കളക്ട് ടാക്സസ്, ആ പ്രദേശത്തിലെ നികുതി പിരിച്ചെടുക്കുന്നതിനുള്ള അവകാശം. അടുത്ത അഡ്മിനിസ്റ്റർ ജസ്റ്റിസ്, നീതിന്യായ നിർവഹണത്തിനുള്ള അവകാശം. ഒന്നുകൂടിയുണ്ട് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്, ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. വിർ ആൾസോ ട്രാൻസ്ഫേർഡ്. ഇതൊക്കെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടു ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ. ഒന്നാമത്തെ പോയിന്റ്, കിങ്സ് അതോറിറ്റി ഗ്രാജുവലി ഡിക്ലൈൻഡ്. ഒന്നാമത്തെ പോയിന്റ്, രാജാവിന്റെ അധികാരം ക്രമേണ കുറഞ്ഞു വന്നു. രണ്ടാമത്തെ പോയിന്റ്, റൈറ്റ് ടു കളക്ട് ടാക്സസ്, അഡ്മിനിസ്റ്റർ ജസ്റ്റിസ്, പിന്നെ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വെർ ആൾസോ ട്രാൻസ്ഫേർഡ്. ഇതൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഓൾസോ ഗോട്ട് ദ റൈറ്റ് ടു ഗ്രാൻഡ് ദ ലാൻഡ് ടു സമ്മൺ എൽസ്. ഈ കിട്ടിയ ഭൂമി അയാൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള അവകാശം കൂടി കൊടുക്കുകയുണ്ടായി. ആൾസോ ഗോട്ട് ദ റൈറ്റ് ടു ഗ്രാൻഡ് ലാൻഡ് സമ്മൺ എൽസ്. അയാൾക്ക് കിട്ടിയ ബ്രാഹ്മണന് കിട്ടിയ ഭൂമി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള അവകാശം ലഭിക്കേണ്ടായി. ആൾസോ ഗോട്ട് ദ റൈറ്റ് ടു ഗ്രാൻഡ് ലാൻഡ് ടു സമ്മൺ എൽസ്. അടുത്ത, കിങ്സ് ആൻഡ് നോബിൾസ് ബിഗാൻ ടു ഗിവ് ലാൻഡ് ഗ്രാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് റെമ്യൂണറേഷൻ ഫോർ ദ സർവീസ് ദേ റിസീവ്ഡ്. കിങ്സ് ആൻഡ് നോബിൾസ്, രാജാക്കന്മാരും പ്രഭുക്കന്മാരും, കിങ്സ് ആൻഡ് നോബിൾസ് ബിഗാൻ ടു ഗിവ് ലാൻഡ് ഗ്രാൻഡ്സ്, ഭൂമിദാനം ചെയ്യാൻ ആരംഭിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ആസ് റെമ്യൂണറേഷൻ, എന്തിന് പകരമായിട്ടാണ്? ശമ്പളത്തിന് പകരമായിട്ട് പണമായി നൽകുന്ന ശമ്പളം, പണമായി എന്ന് വെച്ചാൽ വേതനം, സർവീസ് ഓഫ് ദ റിസീവ്ഡ്. അവർ സാധാരണക്കാരായ ജനങ്ങൾ സേവനം ചെയ്ത് നൽകും. ആ സേവനത്തിന് പകരമായി പണം നൽകുന്നതിന് പകരം ഇവര് ഭൂമി ദാനം ചെയ്യാൻ ആരംഭിച്ചു. കിങ്സ് ആൻഡ് നോബിൾസ് ബിഗാൻ ടു ഗിവ് ലാൻഡ് ഗ്രാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ആസ് റെമ്യൂണറേഷൻ. പണത്തിന് പകരമായിട്ട്, പ്രതിഫലം എന്നതിൽ പണത്തിന് പകരമായിട്ട് എന്ത് നൽകാൻ തുടങ്ങി? ലാൻഡ് ഗ്രാൻഡ് നൽകാൻ തുടങ്ങി, ഭൂമി ദാനം ചെയ്യാൻ തുടങ്ങി. കിങ്സ് ആൻഡ് നോബിൾസ് ബിഗാൻ ടു ഗിവ് ലാൻഡ് ഗ്രാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ആസ് റെമ്യൂണറേഷൻ ഫോർ ദ സർവീസ് ദേ റിസീവ്ഡ്. ഗ്രാജുവലി അതർ സെക്ഷൻസ് ആൾസോ സ്റ്റാർട്ടഡ് റിസീവിംഗ് ലാൻഡ് ആസ് ഗ്രാൻഡ്. നേരത്തെ ബ്രാഹ്മണന്മാർക്ക് മാത്രമായിരുന്നു ഭൂമിദാനം നൽകിയിരുന്നത്. ഇപ്പോൾ ഗ്രാജുവലി അതർ സെക്ഷൻസ്, മറ്റുള്ള വിഭാഗങ്ങളും എന്ത് ലഭിക്കാൻ തുടങ്ങി? ഭൂമിദാനം കിട്ടാൻ തുടങ്ങി. ഗ്രാജുവലി അതർ സെക്ഷൻസ് ആൾസോ സ്റ്റാർട്ടഡ് റിസീവിംഗ് ലാൻഡ് ആസ് ഗ്രാൻഡ്. അപ്പോൾ 4 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, കിങ്സ് അതോറിറ്റി ഗ്രാജുവലി ഡിക്ലൈൻഡ്. കിങ്സ് അതോറിറ്റി ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് ഗ്രാജുവലി ഡിക്ലൈൻഡ്. രാജാവിന്റെ അധികാരം ക്രമേണ കുറഞ്ഞു വന്നു. രണ്ടാമത്തെ പോയിന്റ്, റൈറ്റ് ടു കളക്ട് ടാക്സസ്, അഡ്മിനിസ്റ്റർ ജസ്റ്റിസ്, ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വെർ ആൾസോ ട്രാൻസ്ഫേർഡ്. നികുതി പിരിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ അവിടുത്തെ നീതിന്യായ നിർവ്വഹണത്തിലുള്ള അവകാശം, ഭൂമി ഉടമസ്ഥാവകാശം എന്നിവ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഓൾസോ ഗോട്ട് ദ റൈറ്റ് ടു ഗ്രാൻഡ് ലാൻഡ് ടു സമ്മൺ എൽസ്. അത് മറ്റൊരാൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവകാശം ലഭിക്കേണ്ടായി. കിങ്സ് ആൻഡ് നോബിൾസ് ബിഗാൻ ടു ഗിവ് ലാൻഡ് ഗ്രാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ആസ് റെമ്യൂണറേഷൻ ഫോർ ദ സർവീസ് ദേ റിസീവ്ഡ്. അപ്പോൾ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ലഭിക്കുന്ന സേവനത്തിന് പകരമായി അവർ ഭൂമി ദാനം ചെയ്യാൻ ആരംഭിച്ചു. അടുത്തത്, ഗ്രാജുവലി അതർ സെക്ഷൻസ് ആൾസോ സ്റ്റാർട്ടഡ് റിസീവിംഗ് ലാൻഡ് ആസ് ഗ്രാൻഡ്. ഗ്രാജുവലി അതർ സെക്ഷൻ, ബ്രാഹ്മണന്മാരല്ലാത്ത മറ്റുള്ള വിഭാഗങ്ങൾ, അവർക്കും എന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്കും ഭൂമിദാനം കിട്ടാൻ തുടങ്ങി. ഗ്രാജുവലി അതർ സെക്ഷൻസ് ആൾസോ സ്റ്റാർട്ടഡ് റിസീവിംഗ് ലാൻഡ് ആസ് ഗ്രാൻഡ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന സമ്പ്രദായത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇനി അടുത്ത ഭാഗത്തിൽ ചേഞ്ചസ് ഹാപ്പൻഡ് വിത്ത് ദ വൈഡ് സ്പ്രെഡ് പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ്. ഈ ഭൂമിദാന സമ്പ്രദായം ആരംഭിച്ചതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് സമൂഹത്തിലുണ്ടായെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഭൂമിദാന സമ്പ്രദായം എവിടെയാണ്? ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന സമ്പ്രദായത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് നേരത്തെ മനസ്സിലാക്കിയത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ചേഞ്ചസ് ഹാപ്പൻഡ് വിത്ത് വൈഡ് സ്പ്രെഡ് പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ്. ഭൂമിദാന സമ്പ്രദായം നടപ്പിലാക്കിയതിന്റെ ഫലമായി സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. വിത്ത് ദ വൈഡ് സ്പ്രെഡ് പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ്, ഭൂമിദാന സമ്പ്രദായം വ്യാപകമായതോടുകൂടി എ പവർഫുൾ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് വാസ് ഫോംഡ് ഇൻ എ സൊസൈറ്റി. ശക്തരായിട്ടുള്ള ഒരു ഭൂജന്മി വിഭാഗം രൂപം കൊണ്ടു. ഇത്ര പഠിച്ചാൽ പവർഫുൾ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് വാസ് ഫോംഡ് ഇൻ എ സൊസൈറ്റി. ശക്തരായിട്ടുള്ള ഒരു ജന്മി വിഭാഗം രൂപം കൊണ്ടു. ഒന്നാമത്തെ ചേഞ്ച് എന്താണ്? പവർഫുൾ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് വാസ് ഫോംഡ് ഇൻ എ സൊസൈറ്റി.
ദോസ് ഹു വർക്ക്ഡ് ഓൺ ദ ലാൻഡ് ബിക്കെയിം റൈറ്റ്ലെസ് എന്ന് വെച്ചാൽ വർക്കേഴ്സ് ബിക്കെയിം എന്തായി മാറി? റൈറ്റ്ലെസ് ആയി മാറി, അവകാശങ്ങൾ ഇല്ലാത്തവരായി മാറി. ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് ദ ലാൻഡ് ലോഡ്സ്, അവര് അതായത് ഈ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഭൂ ഉടമസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരെ ആശ്രയിച്ച് കഴിയേണ്ട ആൾക്കാരായി മാറി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പവർഫുൾ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് വാസ് ഫോംഡ് ഇൻ ദ സൊസൈറ്റി. രണ്ടാമത്തെ പോയിന്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികൾ എന്തായി മാറി? റൈറ്റ്ലെസ് ആയി മാറി, അല്ലെങ്കിൽ ഫാമേഴ്സ് ബിക്കെയിം റൈറ്റ്ലെസ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് ദ ലാൻഡ് ലോഡ്സ്, അവര് ഈ ഭൂജന്മിമാരുടെ ആശ്രിതരായി മാറുകയും ചെയ്തു. ഫാമേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്ലേവ്സ്, 3 പേര്. ആരൊക്കെയാണ്? ഫാമേഴ്സ് കർഷക തൊഴിലാളികൾ. ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്ലേവ്സ് ആർ ബൗണ്ട് ടു ദ ലാൻഡ്. കർഷക തൊഴിലാളികൾ, അടിമകൾ എന്നിവരെല്ലാം ബൗണ്ട് ടു ദ ലാൻഡ്, ഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ ഭൂമിയുമായിട്ട് ബന്ധിക്കപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിച്ചു. ആരൊക്കെയാണ്? ഫാമേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്ലേവ്സ് വെയർ ബൗണ്ട് ടു ദ കണക്റ്റഡ് ടു ദ ലാൻഡ്. എന്ന് വെച്ചാൽ അവർ ഭൂമിയിൽ തന്നെ ജനിച്ച് ആ ഒരു പ്രദേശത്ത് ജനിച്ച് അത് വളരെ ദരിദ്രമായിട്ട് ആ പ്രദേശത്ത് തന്നെ ജനിച്ച് അവിടെ തന്നെ മരണമടഞ്ഞ് ദരിദ്രമായിട്ട് തന്നെ മരണമടയ്ക്കുന്ന ഒരു അവസ്ഥ രൂപപ്പെടുകയുണ്ടായി. ആരൊക്കെയാണ്? ഫാമേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്ലേവ്സ് ആർ ബൗണ്ട് ടു ദ ലാൻഡ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പവർഫുൾ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് വാസ് ഫോംഡ് ഇൻ എ സൊസൈറ്റി. സമൂഹത്തിൽ ശക്തരായിട്ടുള്ള ഒരു ജന്മിത്വ വിഭാഗം രൂപം കൊണ്ടു. എന്ന് വെച്ചാൽ ഭൂമി ദാനം കിട്ടുമല്ലേ, അപ്പോൾ ശക്തരായിട്ടുള്ള ഒരു ജന്മിത്വ വിഭാഗം രൂപം കൊണ്ടും. രണ്ടാമത്തെ പോയിന്റ് വർക്കേഴ്സ് എന്തായി മാറി? വർക്കേഴ്സ് ബിക്കം റൈറ്റ്ലെസ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് ദ ലാൻഡ് ലോഡ്സ്. അതായത് തൊഴിലാളികൾ യാതൊരു അവകാശമില്ലാത്തവരായി മാറുകയും അവര് ഭൂജന്മിമാരുടെ ആശ്രിതരായി മാറുകയും ചെയ്തു. ഇനി ഫാമേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്ലേവ്സ് വെയർ ബൗണ്ട് ടു ദ ലാൻഡ്. ഇവർ 3 പേരും ഭൂമിയുമായി അടുത്ത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫാമേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ് ആൻഡ് സ്ലേവ്സ് വെയർ ബൗണ്ട് ടു ദ ലാൻഡ്. ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ 3 പേര് ഓർത്തിരിക്കണം. ഇൻ അഡീഷൻ ടു ടാക്സസ്, എന്നതിന് പുറമെയാണ് നികുതി അടയ്ക്കുന്നതിന് പുറമെ. ഇൻ അഡീഷൻ ടാക്സസ് ദീസ് പീപ്പിൾ ഫ്രം ലോവർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, ലോവർ സ്റ്റാർട്ട് ഓഫ് ദ സൊസൈറ്റി. ആരൊക്കെയാണ് ദീസ് പീപ്പിൾ? ഫാമേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്ലേവ്സ്. ഇപ്പൊ ഈ 3 പേരും എന്തടയ്ക്കുന്നതിന് പുറമെയാണ്? നികുതി അടയ്ക്കുന്നതിന് പുറമെ. ഇൻ അഡീഷണൽ ടാക്സസ് ദീസ് പീപ്പിൾ ഫ്രം ലോവർ സ്റ്റാർട്ട് ഓഫ് ദ സൊസൈറ്റി ഹാഡ് ടു പ്രൊവൈഡ് ഫ്രീ സർവീസ് ടു ദ അപ്പർ സെക്ഷൻ. ആർക്ക് നൽകണം? ഇവര് നികുതി അടയ്ക്കുന്നതിന് പുറമെ സൗജന്യ സേവനം ഈ ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് സൗജന്യ സേവനം ചെയ്തു കൊടുക്കുകയും വേണം. ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഇവർ സൗജന്യ സേവനം ചെയ്തു കൊടുക്കുകയും വേണം. നികുതിയും അടയ്ക്കണം, കൂടാതെ ഇവർക്ക് സൗജന്യ സേവനം ചെയ്തു കൊടുക്കുകയും വേണം. ദിസ് സിസ്റ്റം ഹാസ് ബീൻ കാൾഡ് ഇന്ത്യൻ ഫ്യൂഡലിസം. ഈ സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്നത്. അപ്പൊ ഇൻ അഡീഷൻ ടു ടാക്സസ്, നികുതിക്ക് പുറമെ ദീസ് പീപ്പിൾ ഫ്രം ലോവർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഹാഡ് ടു പ്രൊവൈഡ് ഫ്രീ സർവീസ് ടു അപ്പർ സെക്ഷൻ. സൗജന്യ സേവനം ചെയ്തു കൊടുക്കുകയും വേണം. ദിസ് സിസ്റ്റം ഹാസ് ബീൻ കാൾഡ് ഇന്ത്യൻ ഫ്യൂഡലിസം. ഈ സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. വിത്ത് വൈഡ് സ്പ്രെഡ് പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻസ്, ഭൂമിദാന സമ്പ്രദായം വ്യാപകമായതോടുകൂടി പവർ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് വാസ് ഫോംഡ് ഇൻ ദ സൊസൈറ്റി, ശക്തരായിട്ടുള്ള ജന്മിത്വ വിഭാഗം രൂപം കൊണ്ടു. രണ്ടാമത്തെ പോയിന്റ് വർക്കേഴ്സ് ബിക്കെയിം റൈറ്റ്ലെസ്. ഈ പറഞ്ഞ തൊഴിലാളികൾ എന്തായി മാറി? റൈറ്റ്ലെസ്, എന്താ യാതൊരു അവകാശമില്ലാത്തവരായി മാറി. ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് ദ ലാൻഡ് ലോഡ്സ്, ഈ ഭൂജന്മിമാരുടെ ആശ്രിതരായി മാറുകയും ചെയ്തു. ഫാമേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്ലേവ്സ്, 3 പേര്. ആരൊക്കെയാണ്? കർഷക തൊഴിലാളികൾ, അടിമകൾ. വേർ ബൗണ്ട് ടു ദ ലാൻഡ്, ഇവരെല്ലാം ഭൂമിയുമായി അടുത്ത് ബന്ധിക്കപ്പെട്ടു. ഇനി ഇവരെല്ലാവരും ഇൻ അഡീഷൻ ടാക്സസ് ദീസ് പീപ്പിൾ ഫ്രം ലോവർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഹാഡ് ടു പ്രൊവൈഡ് എന്ത് ചെയ്യണം? ഫ്രീ സർവീസ് ടു അപ്പർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിലെ ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്തു കൊടുക്കേണ്ടതുമായിട്ടുള്ളത്. ദിസ് സിസ്റ്റം ഹാസ് ബീൻ കാൾഡ്, ആ സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ മാറ്റം, സമൂഹത്തിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റം. ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന സംവിധാനം രൂപപ്പെട്ടു. ഫ്യൂഡലിസം എന്ന് പറയുന്നത്, ഫ്യൂഡം എന്ന വാക്കിനർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നാണ്. നമ്മൾ യൂറോപ്യൻ ഫ്യൂഡലിസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കി വയ്ക്കും, ഇത്ര മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യൻ ഫ്യൂഡലിസം എന്നത് ഇതാണ്. അടുത്ത ഭാഗത്തിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് സ്പ്രെഡ് അഗ്രികൾച്ചർ, കൃഷി വ്യാപകമായതിന്റെ കാരണങ്ങൾ എന്തെല്ലാം. എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ. ഈവൻ ദ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് വെയർ മേഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഈവൻ ദ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് എന്ന് വെച്ചാൽ തരിശായ ഭൂമി പോലും മേഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. തരിശായ ഭൂമി പോലും എന്തിന് അനുയോജ്യമാക്കി മാറ്റി? സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി. എന്ന് വെച്ചാൽ ഇവർ നികുതി അടയ്ക്കണം. ഈ ഉന്നത ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഇവർ നികുതി അടയ്ക്കണം. നികുതി അടയ്ക്കണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം? എല്ലാ പ്രദേശങ്ങളും ഇവരെന്ത് ചെയ്യണം? കൃഷി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തരിശായി കിടന്ന ഭൂമി പോലും ഇവർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഒന്നത് പോയിന്റ് ഈവൻ ദ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് മേഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഒന്നത് പോയിന്റ് ഈവൻ ദ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് മേഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. രണ്ടാമത്തെ പോയിന്റ് പ്രൊവൈഡ് സഫീഷ്യന്റ് ലേബർ ഫോഴ്സ് ഫോർ അഗ്രികൾച്ചർ. എന്ന് വെച്ചാൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ തൊഴിൽ ശക്തി രൂപപ്പെട്ടു. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ തൊഴിലാളികൾ രൂപപ്പെട്ടു. പ്രൊവൈഡ് സഫീഷ്യന്റ് ലേബർ ഫോഴ്സ് എന്നതിനാണ് അഗ്രികൾച്ചർ. അടുത്ത നോളജ് ഓഫ് ബ്രാഹ്മിൻസ് അബൌട്ട് അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ്. നോളജ് ഓഫ് ബ്രാഹ്മിൻസ് അബൌട്ട്, ബ്രാഹ്മണന്മാർക്ക് എന്തിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു? ബ്രാഹ്മിൻസ് അബൌട്ട് അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ്, കാലാവസ്ഥയെക്കുറിച്ചും
കൃഷിയെക്കുറിച്ചും ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്ന അറിവ് അതും കൃഷിക്ക് ഗുണകരമായി തീർന്നു. ഇപ്പൊ നോളജ് ഓഫ് ബ്രാഹ്മിൻസ് അബൌട്ട് അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ്. ലാസ്റ്റ് പോയിന്റ് ഡിഫറെന്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജലസേചന സൗകര്യങ്ങൾ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഈവൻ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് മേഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത തരിശായി കിടക്കുന്ന ഭൂമി പോലും കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി. അങ്ങനെ കൃഷി വ്യാപകമായി. രണ്ടാമത്തെ പോയിന്റ്, പ്രൊവൈഡ് സഫീഷ്യന്റ് ലേബർ ഫോഴ്സ് ഫോർ അഗ്രികൾച്ചർ. ഇഷ്ടം പോലെ തൊഴിൽ ശക്തി രൂപപ്പെട്ടു, അധ്വാന ശേഷിയുള്ള ആൾക്കാർ രൂപപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ തൊഴിലാളികൾ രൂപപ്പെട്ടു വന്നു. അങ്ങനെ കൃഷി പുരോഗമിച്ചു. അടുത്ത നോളജ് ഓഫ് ബ്രാഹ്മിൻസ് അബൌട്ട് അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ്. ക്ലൈമറ്റിന്റെ കാലാവസ്ഥയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്ന അറിവ് അത് കൃഷി പുരോഗമനത്തിന് കാരണമായി തീർന്നു. ലാസ്റ്റ് പോയിന്റ്, ഡിഫറെന്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജലസേചന സൗകര്യങ്ങൾ അതും കൃഷി പുരോഗമിക്കുന്നതിന് കാരണമായി തീർന്നു. ഇനി വാട്ട് വർ ദ ഇറിഗേഷൻ മെത്തേഡ്സ് ദാറ്റ് ഹെൽപ്ഡ് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. കൃഷി പുരോഗമിച്ചതിന്റെ പ്രധാനപ്പെട്ട ജലസേചന രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ കനാൽസ്, ഈ ഹെഡിങ് ആദ്യം പഠിച്ചു വെക്കണം. കനാൽസ്. രണ്ടാമത്തെ ടാങ്ക് ഓർ വാട്ടർ റിസർവിയേഴ്സ്, കുളങ്ങളും ജലസംഭരണികളും. പിന്നെ മറ്റൊന്ന് ഗഡിയന്ത്ര. അടുത്തത് റെയിൻ വാട്ടർ. അടുത്തത് ഡാം. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ജലസേന സൗകര്യങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഒന്നാമത് കനാൽസ്. വാട്ടർ റേസ്ഡ് ഫ്രം വെൽസ് റീച്ച്ഡ് ഫാം ലാൻഡ് ത്രൂ ചാനൽസ്. അതായത് വാട്ടർ റേസ്, കുളങ്ങളും കിണറുകളിൽ നിന്നും ശേഖരിച്ചിരുന്ന ജലം ഫാം ലാൻഡിലേക്ക് എത്തിച്ചിരുന്നു. ത്രൂ എങ്ങനെയാണ്? ചാനൽസ്, ചാലുകളിലൂടെ. വാട്ടർ റീച്ച്ഡ് ഫാം ലാൻഡ് ത്രൂ എങ്ങനെയാണ്? ജലം എവിടേക്ക് എത്തിച്ചിരുന്നു? വെള്ളം ഫാം ലാൻഡിലേക്ക് എത്തിച്ചിരുന്നു. ഇതിൽ കൂടെ ചാലുകളിലൂടെ. അടുത്ത ടാങ്ക് ഓർ വാട്ടർ റിസർവിയേഴ്സ്, കുളങ്ങളും ജലസംഭരണികളും. റെയിൻ വാട്ടർ വാസ് കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. മഴവെള്ളം ശേഖരിക്കുകയും അത് കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. റെയിൻ വാട്ടർ യൂസ്ഡ് ഫോർ എന്തിനാണ്? അഗ്രികൾച്ചർ. അടുത്ത വാട്ടർ റിസർവിയേഴ്സ് ബിൽറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണ ഇന്ത്യയിൽ, നമ്മുടെ ഭൂപ്രദേശത്ത്, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ മേഖലകളിൽ വാട്ടർ റിസർവിയേഴ്സ്, ജലസംഭരണികൾ നിർമ്മിച്ചിരുന്നു. വാട്ടർ റിസർവിയേഴ്സ് ബിൽറ്റ് ഇൻ എവിടെയാണ്? സൗത്ത് ഇന്ത്യ. ടാങ്ക്സ് വെർ കൺസ്ട്രക്റ്റഡ് ഇൻ എവിടെയാണ്? നോർത്ത് ഇന്ത്യ. ദക്ഷിണ ഇന്ത്യയിൽ എന്ത് നിർമ്മിച്ചിരുന്നു? ടാങ്കുകൾ, കുളങ്ങൾ നിർമ്മിച്ചിരുന്നു. ടാങ്ക്സ് വെർ കൺസ്ട്രക്റ്റഡ് ഇൻ എവിടെയാണ്? നോർത്ത് ഇന്ത്യ. അപ്പൊ തിരിഞ്ഞു പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയിൽ വാട്ടർ റിസർവിയേഴ്സും നോർത്ത് ഇന്ത്യയിൽ ടാങ്ക് നിർമ്മിച്ചിരുന്നു. ടാങ്ക്സ് വെർ കൺസ്ട്രക്റ്റഡ് ഇൻ എവിടെയാണ്? നോർത്ത് ഇന്ത്യ. അടുത്ത ഗഡിയന്ത്ര. ഗഡിയന്ത്ര എന്ന് പറയുന്നത് പോൾസ് ആർ അറ്റാച്ച്ഡ് ടു എ വീൽ. അപ്പോൾ ഒരു ചക്രം ഉണ്ടായിരിക്കും, ആ ചക്രത്തിനകത്ത് നിരവധി കുടങ്ങൾ ഘടിപ്പിച്ചിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗഡിയന്ത്ര. പോൾസ് ആർ അറ്റാച്ച്ഡ് ടു എ വീൽ. വെൻ ദ വീൽ ഈസ് റൊട്ടേറ്റ്, അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. വെൻ ദ വീൽ ഈസ് റൊട്ടേറ്റഡ് ദ പോൾസ് ആർ ഫിൽഡ് ഫ്രം ദ സോഴ്സ്. അപ്പോൾ കുളത്തിൽ നിന്നോ അരുവിയിൽ നിന്നോ ആ വീല് കറങ്ങുന്നതനുസരിച്ച് ആ കുടത്തിലേക്ക് വെള്ളം നിറയും. വെൻ ദ വീൽ ഈസ് റൊട്ടേറ്റഡ് ദ പോൾസ് ആർ ഫിൽഡ് ഫ്രം ദ സോഴ്സ് ആൻഡ് എംപ്റ്റീഡ് ഇൻ ദ ഫീൽഡ്. അത് എവിടേക്കാണ് ഒഴുക്കി വിടേണ്ടത് അത് അവിടെ ഒഴുക്കി വിടും. അപ്പോൾ ആൻഡ് എംപ്റ്റീഡ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ വെൻ ദ വീൽ ഈസ് റൊട്ടേറ്റഡ് ദ പോൾസ് ആർ ഫിൽഡ് ഫ്രം ദ സോഴ്സ് ആൻഡ് എംപ്റ്റീഡ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ ഇതാണ് ഗഡിയന്ത്ര എന്ന് പറയുന്നത്. അടുത്ത റെയിൻ വാട്ടർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. ജലത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സാണെന്ത്? റെയിൻ വാട്ടർ, മഴവെള്ളം എന്ന് പറയുന്നത്. അടുത്ത ഒരു വൺവേഡ് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് സ്കന്ദഗുപ്ത. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയാണെന്നുള്ളത്. അവസാനത്തെ രണ്ട് രാജാക്കന്മാരാണ് കുമാരഗുപ്തനും സ്കന്ദഗുപ്തനും. അപ്പൊ സ്കന്ദഗുപ്ത റീബിൽറ്റ് സുദർശൻ ലേക്ക് ഇൻ ഗുജറാത്ത്. അപ്പോൾ സ്കന്ദഗുപ്തനാണ് ഇത് റീബിൽറ്റ് ചെയ്ത് സുദർശൻ ലേക്ക്, ഗുജറാത്തിലെ സുദർശൻ തടാകം റീബിൽറ്റ് ചെയ്ത ആളുടെ പേരാണ് സ്കന്ദഗുപ്ത. സ്കന്ദഗുപ്ത റീബിൽറ്റ് സുദർശൻ ലേക്ക് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ സുദർശൻ തടാകം രണ്ടാമത് പണി കഴിപ്പിച്ചത് ഒന്നും കൂടി റീബിൽഡ് ചെയ്ത ആളുടെ പേരാണ് സ്കന്ദഗുപ്ത. അപ്പൊ ഈ ഭാഗത്തിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കനാലുകളെ കുറിച്ച് ആദ്യം പറയുന്നു. വാട്ടർ റീച്ച്ഡ് ഫാം ലാൻഡ് ത്രൂ എങ്ങനെയാണ്? ചാനൽസ്, ചാലുകളിലൂടെ ജലം എവിടേക്ക് എത്തിച്ചേർന്നു? ഫാം ലാൻഡിലേക്ക് എത്തിച്ചേർന്നു. രണ്ടാമത്തെ പോയിന്റ്, റെയിൻ വാട്ടർ വാസ് കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. മഴവെള്ളം ശേഖരിക്കുകയും അത് കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പിന്നെ വാട്ടർ റിസർവിയേഴ്സ് ബിൽറ്റ് ചെയ്തിരുന്നു എവിടെയാണ്? സൗത്ത് ഇന്ത്യയിൽ. ടാങ്കുകൾ കൺസ്ട്രക്ട് ചെയ്തിരുന്നു എവിടെയാണ്? നോർത്ത് ഇന്ത്യയിൽ. ഇനി ഗഡിയന്ത്ര എന്ന് പറയുന്നത് പോൾസ് ആർ അറ്റാച്ച്ഡ് ടു എ വീൽ. ഒരു ചക്രത്തിനകത്ത് നിരവധി കുടങ്ങൾ ഘടിപ്പിച്ചിരിക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് ഗഡിയന്ത്ര. വെൻ ദ വീൽ ഈസ് റൊട്ടേറ്റഡ്, ഒരു ചക്രം തിരിയുന്ന അനുസരിച്ച് വെൻ ദ വീൽ ഈസ് റൊട്ടേറ്റഡ് ദ പോൾസ് ആർ ഫിൽഡ് ഫ്രം ദ സോഴ്സ് ആൻഡ് എംപ്റ്റീഡ് ഇൻ ദ ഫീൽഡ്. അത് ഫീൽഡിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്യുന്നു. ഇനി റെയിൻ വാട്ടർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. അടുത്ത ഡാമിനെ കുറിച്ച് പറഞ്ഞു. സ്കന്ദഗുപ്ത റീബിൽഡ് സുദർശൻ ലേക്ക് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ സുദർശൻ തടാകം റീബിൽഡ് ചെയ്ത ആരാണത്? സ്കന്ദഗുപ്തനാണ്. ഇനി അടുത്ത ഭാഗത്തിൽ പറഞ്ഞത് ഇതാണ് ഗഡിയന്ത്ര. ഗഡിയന്ത്ര ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ക്രാഫ്റ്റ് ആൻഡ് ട്രേഡ്, കൈത്തൊഴിലുകളും അതേപോലെ തന്നെ കച്ചവടത്തെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് റിസൾട്ടഡ് ഫ്രം ദ ലാൻഡ് ഗ്രാൻഡ്സ്. എന്നതിന്റെ ഫലമായിട്ടാണ്? ഭൂമിദാന സമ്പ്രദായത്തിന്റെ ഫലമായിട്ട് കൃഷി വ്യാപകമായി തീർന്നു. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് റിസൾട്ടഡ് ഫ്രം ദ ലാൻഡ് ഗ്രാൻഡ്സ്. അതെന്തിലേക്ക് വഴിതെളിച്ചു? ലെറ്റ് ദ ഗ്രോത്ത് ഓഫ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്.
അതായത് കൃഷി വളർന്നതിന്റെ ഫലമായിട്ട് കാർഷികേതര പ്രവർത്തനങ്ങളുടെ വ്യാപകമായി തീർന്നു എന്ന് വെച്ചാൽ കൃഷി അല്ലാത്ത മറ്റു തൊഴിലുകൾ രൂപപ്പെടുകയുണ്ടായി. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് റിസൾട്ട് ഫ്രം ലാൻഡ് ഗ്രാൻഡ്സ് ദിസ് ലെഡ് ടു ദ എന്തിലേക്കാണ് ഗ്രോത്ത് ഓഫ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, കാർഷികേതര പ്രവർത്തനങ്ങളിലേക്ക് വഴിതെളിക്കുകയുണ്ടായി. അത് ആ കാർഷികേതര പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടുള്ള ആർട്ടിഫാക്ട്സിലൂടെയാണ്. ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ പുരാവസ്തു തെളിവുകളിലൂടെയാണ് നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തൊഴിലുകൾ എന്നുള്ളത്. ഒന്ന് എർത്തൻ പോട്ട്സ്, അത് കണ്ടെത്തിയിട്ടുണ്ട്. കളിമൺ പാത്രങ്ങൾ. അപ്പം നമുക്ക് മനസ്സിലാക്കുക പോട്ടറി മേക്കിംഗ്, കളിമൺ പാത്ര നിർമ്മാണം അവിടെ ഉണ്ടായിരുന്നു, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ജുവലറി മേഡ് ഓഫ് ഗോൾഡ്, സിൽവർ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്, എന്ത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് സ്വർണം, വെള്ളി, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള കല്ലുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ആഭരണം നിർമ്മിച്ചിരുന്നു. അപ്പോൾ എന്തുണ്ടാ മനസ്സിലാക്കുക, ജുവലറി പരിപാടി അവിടെ ഉണ്ടായിരുന്നു, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അടുത്ത പേൾസ്, മുത്തുകൾ, അവിടെ അപ്പം കൈകൊണ്ടല്ലേ ആഭരണം നിർമ്മിക്കുന്നത്, അപ്പം ജുവലറി, ഹാൻഡിക്രാഫ്റ്റ് ഇതൊക്കെയാണ്. അടുത്തല്ല ഗ്ലാസ് വെയർ, എന്ന് വെച്ചാൽ ഗ്ലാസ് ഉപയോഗപ്പെടുത്തുന്ന വെസൽസും പാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് കൈകൊണ്ടല്ലേ നിർമ്മിക്കുന്നത്, അപ്പോൾ അത് ഹാൻഡിക്രാഫ്റ്റ്. അപ്പോൾ സിൽക്ക്, കോട്ടൺ ടെക്സ്റ്റൈൽസ്, അപ്പോൾ അത് അവിടെ എന്താണ് വീവിങ് എന്ന് വെച്ചാൽ നെയ്ത്ത് വിദ്യയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അടുത്ത സ്കൾപ്ചേഴ്സ് ഇൻ ഐവറി, ആനക്കൊമ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മറ്റ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ജുവലറി, പോട്ടറി മേക്കിംഗ്, ഹാൻഡിക്രാഫ്റ്റ്, വീവിംഗ്, സ്കൾപ്ചർ, ഇവയൊക്കെയാണ് ശില്പ നിർമ്മാണം, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടത്തിൽ. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്ന എല്ലാം ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ്? ഗുപ്ത കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ക്രാഫ്റ്റ് ആൻഡ് ട്രേഡിംഗ് എവിടെയാണ്? ഗുപ്ത പീരീഡ്. അത് പ്രത്യേകിച്ച് നമ്മൾ ശതമാനന്മാരെ കാലഘട്ടം കഴിഞ്ഞു. പിന്നെ നമ്മൾ മൊത്തം പഠിക്കുന്ന ആരെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത് എല്ലാം ഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുണ്ടായ കച്ചവട പുരോഗതിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത ഭാഗത്തിൽ വാട്ട് ഈസ് മീൻ ബൈ ഗിൽഡ് അല്ലെങ്കിൽ ശ്രേണി. ഗിൽഡ് അഥവാ ശ്രേണി എന്നാണ്. അത് 2 മാർക്കിന് നല്ല ചോദ്യമാണ്, അത് പഠിച്ചു വയ്ക്കണം. എന്താണ് ഗിൽഡ് അല്ലെങ്കിൽ ശ്രേണി എന്നാൽ എന്ത്? പീപ്പിൾ എൻഗേജ് ഇൻ സെയിം ക്രാഫ്റ്റ് ഗ്രാജുവലി ഫോംഡ് അസോസിയേഷൻ. പീപ്പിൾ എൻഗേജ് ഇൻ ദ സെയിം ക്രാഫ്റ്റ്, ഒരേ തൊഴിൽ ഏർപ്പെട്ട ആൾക്കാർ ഫോംഡ് അസോസിയേഷൻ. അവരെന്ത് രൂപീകരിക്കേണ്ടായി? അസോസിയേഷൻ, സംഘടനകൾ രൂപീകരിക്കേണ്ടായി. പീപ്പിൾ എൻഗേജ് ഇൻ ദ സെയിം ക്രാഫ്റ്റ്, ഒരേ തൊഴിൽ, ഒരേ ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരേ കൈത്തൊഴിൽ ഏർപ്പെട്ട ആൾക്കാർ സംഘടനകൾ രൂപീകരിക്കേണ്ടത്. പീപ്പിൾ എൻഗേജ് സെയിം ക്രാഫ്റ്റ് എന്ത് രൂപീകരിക്കേണ്ടത്? ഗ്രാജുവലി ഫോംഡ് അസോസിയേഷൻ. ദിസ് കെയിം ടു ബി കാൾഡ്, ഈ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ഗിൽഡ് ഓർ ശ്രേണീസ്. ദിസ് കെയിം ടു ബി കാൾഡ് ഗിൽഡ് ഓർ ശ്രേണീസ്. ഗവൺമെന്റ് റാറ്റിഫൈഡ് ദ ശ്രേണീസ്. ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടായി? ഇതിനെ അംഗീകരിക്കേണ്ടത്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ശ്രേണീസ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് എന്ന് വെച്ചാൽ ഈ അവിടുത്തെ രാജാക്കന്മാർ ഈ ശ്രേണി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗിൽഡ് സമ്പ്രദായത്തെ അംഗീകരിക്കേണ്ടായി. ഗവൺമെന്റ് റാറ്റിഫൈഡ് ശ്രേണീസ്. മെമ്പേഴ്സ് ഓഫ് എ ശ്രേണി ഹാഡ് ടു എബൈഡ് ബൈ ഇറ്റ്സ് റൂൾസ്. ഈ ശ്രേണികളിലെ അല്ലെങ്കിൽ ഗിൽഡ് സമ്പ്രദായത്തിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യണം? ഒബേ ബൈ ഇറ്റ്സ് റൂൾസ്, അതിലെ നിയമങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോളോ ബൈ ഇറ്റ്സ് റൂൾസ്. മെമ്പേഴ്സ് ഓഫ് എ ശ്രേണി ഹാഡ് ടു എബൈഡ് അല്ലെങ്കിൽ ഒബേ ബൈ ഇറ്റ്സ് റൂൾസ്. അപ്പോൾ എങ്ങനെയാണ് ഗിൽഡ് എന്നാണെന്ന്? പീപ്പിൾ എൻഗേജ് ദ സെയിം ക്രാഫ്റ്റ്, ഒരേ തൊഴിലേർപ്പെട്ട സെയിം ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരേ കൈത്തൊഴിൽ ഏർപ്പെട്ട ഈ പറഞ്ഞ വീവിങ്ങിലോ ഹാൻഡിക്രാഫ്റ്റിലോ സ്കൾപ്ചറിലോ ഒക്കെ ഏർപ്പെട്ടിരുന്ന ആൾക്കാർ. പീപ്പിൾ എൻഗേജ് ദ സെയിം ക്രാഫ്റ്റ് ഗ്രാജുവലി ഫോംഡ് അസോസിയേഷൻ, അവരെന്ത് രൂപീകരിച്ചു? സംഘടനകൾ രൂപീകരിച്ചു. ദിസ് കെയിം ടു ബി കാൾഡ്, ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ഗിൽഡ് ഓർ ശ്രേണി എന്നറിയപ്പെടുന്നത്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് അപ്രൂവ്ഡ് ശ്രേണീസ്, ഗവൺമെന്റ് ഇതിനെ അംഗീകരിക്കുകയും പിന്നെ മെമ്പേഴ്സ് ഓഫ് ശ്രേണി ഹാഡ് ടു എബൈഡ് ബൈ ഇറ്റ്സ് റൂൾസ്. അതിലെ ശ്രേണിയിൽ പല പല ശ്രേണികളുണ്ടാവും, അതിനകത്തുള്ള നിയമങ്ങളൊക്കെ അനുസരിക്കേണ്ടത് അതിലെ അംഗങ്ങളുടെ കടമയായിരുന്നു. ഒബേ ഇറ്റ്സ് റൂൾസ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം പറഞ്ഞത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. തുടക്കം തന്നെ പറഞ്ഞ കാര്യം, ചാപ്റ്റർ തുടക്കം തന്നെ പറഞ്ഞ കാര്യം, ഭൂമിദാന സമ്പ്രദായത്തിൽ വകാടക രാജവംശത്തിലെ രാജാവായിട്ടുള്ള വിന്ധ്യാശക്തി രണ്ടാമൻ ഭൂമിദാനം ചെയ്തു. ഇപ്പം ഇനി എന്താണ് ഭൂമിദാന സമ്പ്രദായം എന്ന് പറയുന്നത്? ദ ട്രാൻസ്ഫർ ഓഫ് ദ ലാൻഡ് ഇൻ ദ കിങ്സ് പൊസഷൻ ടു ദ ബ്രാഹ്മിൺസ് എലോങ് വിത്ത് സ്പെഷ്യൽ റൈറ്റ്സ്. ഇപ്പം രാജാവിന്റെ കയ്യിലുള്ള കുറച്ച് ഭൂമി പ്രത്യേക അവകാശങ്ങളോടുകൂടി ബ്രാഹ്മണന്മാർ കൈമാറ്റം ചെയ്യപ്പെടുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ലാൻഡ് ഗ്രാൻഡ്സ് എന്നറിയപ്പെടുന്നത്. ഈ ലാൻഡ് ഗ്രാൻഡ് ഇത് പിന്നെ അടുത്ത ഭാഗത്തിൽ പറഞ്ഞ് മൗര്യ സാമ്രാജ്യത്തിന് ശേഷം പ്രധാനപ്പെട്ട രാജവംശത്തിന്റെ പേര് കുശാന്മാര്, ഗുപ്താസ്, ശാകാസ്, വകാടകാസ്, ശതവാഹന്മാര്, ചോളചേര, പാണ്ഡ്യാസ്. അതിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് ശതവാഹന്മാരെ കുറിച്ചും ഗുപ്തന്മാരെ കുറിച്ചും. തുടക്കം മാത്രമേ ശതവാഹന്മാരുടെ കാലഘട്ടത്തിൽ ഭൂമിദാന സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ആരെ കുറിച്ചാണ്? ഗുപ്ത കാലഘട്ടത്തെ കുറിച്ചാണ്. അവരുടെ ക്യാപിറ്റൽ ഇതാണ്, പാടലിപുത്രമാണ്. ഇനി ശതവാഹന്മാരെ കുറിച്ച് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ ശതവാഹൻസ് ഓഫ് ഡെക്കാൻ സ്റ്റാർട്ട് പ്രാക്ടീസിംഗ് ഗിവിംഗ് ലാൻഡ് ഗ്രാൻഡ്സ് ടു പ്ലേസ് ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കാനായി ഭൂമിദാന സമ്പ്രദായം തുടക്കം കുറിച്ച ആരാണ്? ശതവാഹൻ രാജാക്കന്മാരാണ്. ദിസ് സിസ്റ്റം ബിക്കേം വൈഡ് സ്പ്രെഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ആരുടെ കാലഘട്ടത്തിലാണ്? ഗുപ്ത. ദെയർ ക്യാപിറ്റൽ സിറ്റി വാസ് ആണ് പാടലിപുത്ര. ഇനി ലാൻഡ് ഗ്രാൻഡ്സ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ശതവാഹന്മാരുടെ കാലഘട്ടത്തിൽ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലും. ശതവാഹന്മാരുടെ കാലത്ത് റിസോഴ്സ് ഓഫ് ദ ലാൻഡ് ഓൺലി മാത്രമാണ്. ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ റൈറ്റ്സ് ഓവർ ദ പീപ്പിൾ വെർ ആൾസോ ട്രാൻസ്ഫേർഡ്. ഇനി ചേഞ്ചസ് brought about the land grants during Gupta period. ഗുപ്ത കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഭൂമിദാന സമ്പ്രദായത്തിൽ ആരംഭിച്ചത്? കിങ്സ് അതോറിറ്റി ഗ്രാജുവൽ ഡിക്ലൈൻ, രാജാവിന്റെ അധികാരം ഗണ്യമായി കുറഞ്ഞു വന്നു. റൈറ്റ് ടു കളക്ട് ടാക്സ്, അഡ്മിനിസ്റ്റർ ജസ്റ്റിസ്, പിന്നെ ഓണർഷിപ്പ് ലാൻഡ് വർ ട്രാൻസ്ഫേർഡ്, അതായത് നികുതി പിരിക്കുന്നതിനും അതുപോലെ തന്നെ നീതിന്യായ
ഭരണനിർവഹണത്തിനും ഇതിനെ നികുതി പിരിച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ ഇതിന്റെ നിർവഹണത്തിനുള്ള അവകാശവും കൂടാതെ ഓണർഷിപ്പ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെട്ടു. ആൾസോ ഗോട്ട് ദ റൈറ്റ് ടു ഗ്രാൻഡ് ലാൻഡ് സമ്മണ്ണേഴ്സ്, ആ ഭൂമി മറ്റൊരാൾ കൈമാറ്റം ചെയ്യപ്പെട്ട അവകാശം ലഭിക്കേണ്ടത്. കിങ്സ് ആൻഡ് നോബിൾസ് ബിഗാൻ ടു ഗിവ് ലാൻഡ് ഗ്രാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് റെമ്യൂണറേഷൻ, അതായത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഭൂമി ദാനം ചെയ്യാൻ തുടങ്ങി. എന്തിന് പകരമായിട്ടാണ്? ക്യാഷ് റെമ്യൂണറേഷന് പകരമായിട്ട്. ഗ്രാജുവലി അതർ സെക്ഷൻസ് ആൾസോ സ്റ്റാർട്ടഡ് റിസീവിംഗ് ലാൻഡ് ഗ്രാൻഡ്, ബ്രാഹ്മണന്മാരല്ലാത്ത മറ്റുള്ള വിഭാഗങ്ങൾക്കും എന്ത് ലഭിക്കാൻ തുടങ്ങി? ഭൂമിദാനം ലഭിക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത ഭാഗത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സമൂഹത്തിലുണ്ടായെന്നാണ് പറഞ്ഞത്. ഭൂമിദാനം ചെയ്തതിന്റെ ഫലമായിട്ട് പവർ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് വാസ് ഫോംഡ് ഇൻ ദ സൊസൈറ്റി, വർക്കേഴ്സ് ബിക്കം എന്തായി മാറി? റൈറ്റ്ലെസ് ആയി മാറി. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ലാൻഡ് ലോഡ്സ്, അവര് ഭൂജന്മിമാരുടെ ആശ്രിതരായി മാറുകയും പിന്നെ ആരൊക്കെയാണ്? ഫാമേഴ്സ്, അഗ്രികൾച്ചർ ലേബേഴ്സ് ബൗണ്ടറി ലാൻഡ്, ഇവരെല്ലാം ഭൂമിയുമായിട്ട് അടുത്ത് കണക്ട് ചെയ്യപ്പെട്ടു. ഇവര് in addition to taxes these paid from the lower section of the society had to provide free service to upper section of the society. അപ്പോൾ ഇവർ നികുതി അടയ്ക്കുന്നതിന് പുറമെ ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് നികുതി അടയ്ക്കുന്നതിന് പുറമെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് സൗജന്യ സേവനം ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വന്നു. ഈ സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫലമായിട്ട് ഈ ഭൂമിദാനം ചെയ്തതിന്റെ ഫലമായിട്ട് കൃഷി പുരോഗമിച്ചു. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അൺകൾട്ടിവേറ്റേഴ്സിന്റെ മേഡ് സൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ, തരിശു ഭൂമി പോലും അനുയോജ്യമാക്കി മാറ്റി. അടുത്തത് പ്രൊവൈഡ് സഫീഷ്യന്റ് ലേബർ ഫോഴ്സ് അഗ്രികൾച്ചർ, ഇഷ്ടംപോലെ തൊഴിൽ അധ്വാന ശേഷിയുള്ള ആൾക്കാർ രൂപപ്പെട്ടു. അടുത്ത നോളജ് ഓഫ് ബ്രാഹ്മിൻസ് അബൌട്ട് അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ്, കൃഷിയെക്കുറിച്ചും അതേപോലെ തന്നെ ക്ലൈമറ്റിനെ കുറിച്ച് നല്ല അറിവ് ആർക്കാണ്? ബ്രാഹ്മണന്മാർക്ക്. ഡിഫറെന്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, പിന്നെ ഇതൊക്കെയാണ് കനാലുകൾ, ഡിഫറെന്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്? മെത്തേഡ്സ് ഏതൊക്കെയാണ്? കനാലുകൾ, ടാങ്കോ റിസർവേഴ്സ്, ഗഡിയന്ത്ര, റെയിൻ വാട്ടർ, ഡാം, ഇതൊക്കെയാണെന്ന് അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഗഡിയന്ത്രയും ഡാമുമാണ്. ഗഡിയന്ത്ര എന്ന് പറയുന്നത് ഒന്ന് ഓർത്തിരിക്കണം, ഡാം എന്ന്. ഗഡിയന്ത്രം എന്ന് പോർട്സ് ആർ അറ്റാച്ച്ഡ് ടു വെയിൽ, അല്ലെ കനാൽ എന്ന് വെച്ചാൽ വാട്ടർ റീച്ച്ഡ് ഫാം ലാൻഡ് ത്രൂ ചാനൽസ്. അപ്പോൾ ചാലുകളിലൂടെ വെള്ളം എവിടേക്ക് എത്തിച്ചിരുന്നു? ഫാം ലാൻഡിലേക്ക് എത്തിച്ചിരുന്നു. റെയിൻ വാട്ടർ ആസ് എ മെയിൻ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. പിന്നെ വാട്ടർ റിസർവ് ബിൽഡ് ചെയ്തിരുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തത് എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലാണ്. പിന്നെ എന്താണ് ഗഡിയന്ത്രം എന്ന് പറയണം? പോർട്സ് ആർ അറ്റാച്ച്ഡ് ടു വെൽ വെൻ ദ വീൽ ഈസ് റൊട്ടേറ്റ് ദ പോർട്സ് ആർ ഫിൽഡ് ഫ്രം ദ സോഴ്സ് ആൻഡ് എംപ്റ്റീഡ് ഇൻ ദ ഫീൽഡ്. അടുത്ത റെയിൻ വാട്ടർ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് വാട്ടർ ആണ്. സ്കന്ദഗുപ്ത റീബിൽഡ് സുദർശൻ ലേക്ക് ഇൻ ഗുജറാത്ത്, ഗുജറാത്തിലെ സുദർശൻ തടാകം റീബിൽഡ് ചെയ്തു വരാണ് സ്കന്ദഗുപ്തനാണ്. ഇനി അടുത്ത ഭാഗത്ത് മറ്റ് പ്രധാനപ്പെട്ട നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? പോട്ടറി മേക്കിംഗ്, ജ്വല്ലറി, ഹാൻഡിക്രാഫ്റ്റ്, വീവിംഗ്, സ്കൾപ്ചർ, ഇവയൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. പിന്നെ എന്താണ് ശ്രേണി എന്താന്ന് പറയുന്നു? ശ്രേണി പീപ്പിൾ എൻഗേജ് ഇൻ ദ സെയിം ക്രാഫ്റ്റ് ഗ്രാജുവലി ഫോംഡ് അസോസിയേഷൻ, ഒരേ തൊഴിലേർപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഒരേ ഓക്യുപ്പേഷനിൽ ഏർപ്പെട്ട ആൾക്കാർ സംഘടനകൾ രൂപീകരിച്ചു. അതിന് വിളിക്കുന്ന പേരെന്ന് ഗിൽഡ് ഓഫ് ശ്രേണി എന്നാണ് അറിയപ്പെടുന്നത്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ശ്രേണീസ്, ഗവൺമെന്റ് ഇതിന് അംഗീകരിക്കേണ്ടായി. മെമ്പേഴ്സ് ഓഫ് ശ്രേണി ഹാഡ് ടു ബെഡ് ബൈ ഇറ്റ്സ് റൂൾ, അതായത് ഇതിലെ ശ്രേണി ലംഘനങ്ങൾ അതിലെ നിയമങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.